to multi-traits. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മഗ് കേക്ക്. ചോക്ലേറ്റ് മഗ് കേക്ക് നമ്മൾ മൈക്രോവേവിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മൈക്രോവേവബിൾ കപ്പ് ആവശ്യമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഒരു ചോക്ലേറ്റ് ക്രേവിങ് അല്ലെങ്കിൽ ചോക്ലേറ്റ് തിന്നണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ക്വിക്കായിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ചോക്ലേറ്റ് ചിപ്സ്, പീനട്ട് ബട്ടർ, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹണി ആണെങ്കിൽ ഇച്ചിരി ഹെൽത്തിയർ ഓപ്ഷൻ ഹണി, പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക്, പാല്, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഇത് വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മളിപ്പം ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കപ്പിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ. അതിപ്പം റൈസ് ബ്രാൻ ഓയിലോ എന്ത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ബട്ടർ വേണേലും ആകാം, ഇച്ചിരൂടെ ടേസ്റ്റി ആയിരിക്കും. ബട്ടർ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ എടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ നമുക്കിവിടെ ഫോർക്കാണ് ആവശ്യം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ചോക്ലേറ്റ് ചിപ്സ്, ചോക്ലേറ്റ് പൗഡർ. ചോക്ലേറ്റ് ചിപ്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ ബാക്കിയുള്ള ചേരുവകൾ ഇട്ടാലും നല്ലൊരു ചോക്ലേറ്റ് കേക്ക്. ഇച്ചിരി കൂടെ റിച്ച് ആകാൻ വേണ്ടിയാണ് പീനട്ട് ബട്ടറും ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ സ്പൂണായിട്ട് നമ്മൾ ഈ വെറ്റ്, അതായത് പാല്, ഓയിൽ, എസൻസ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് ഇളക്കുക. ഇപ്പം ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഞാൻ നമ്മുടെ തേനും എല്ലാം ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പീനട്ട് ബട്ടർ മാത്രം ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും ഈ കപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് ഞാനൊന്ന് ഇച്ചിരി എണ്ണ ഇട്ട് തടവിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് വരാനായിട്ടാണ്. ഞാനിനി ഇത് ഈ കപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിച്ച് നിങ്ങളെ കാണിക്കാം. ഇനി ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കും, ഇതൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ കപ്പിനകത്ത് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഒന്ന് നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഈ കപ്പ് എടുക്കുന്നത്. അപ്പം നമ്മുടെ മിക്സ്ചർ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ കപ്പിൽ മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ പീനട്ട് ബട്ടറും ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ നിങ്ങൾ ബാറ്റർ ചെയ്യുമ്പോൾ ഇച്ചിരി തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ പാലോട് ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കുക. ഈ പ്രൊപ്പോർഷനിൽ ചെയ്തിട്ട് നമ്മൾ ഇനി 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് എടുക്കാം. ഇതിപ്പം ഒരു 60 സെക്കൻഡ്സ് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഞാൻ ഒരു കാര്യം കൂടെ, മൈക്രോവേവ് വെക്കുമ്പോൾ ചെറിയ കപ്പാണെങ്കിൽ ഒരു സോസറോടെ വെച്ചിട്ട് വെച്ചോണം. അപ്പം എന്തെങ്കിലും ഒരു സ്പില്ലുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ക്ലീനിങ് ചെയ്യാനായിട്ടും പോണ്ടി വരും. അതുകൊണ്ട് ഇത് 60 സെക്കൻഡ്സ് കൊണ്ട് ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. സോ 60 സെക്കൻഡ്സ് ചോക്ലേറ്റ് മഗ് കേക്ക്. Enjoy. It's very yummy, very tasty.